നമ്മളിന്ന് നിൽക്കുന്നത് ഫുഡ് സ്പോട്ട് എന്ന ഹോട്ടലിലാണ്. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് നമ്മുടെ മജീഷ്യൻ ഹാരിസ് താഹ. ഇടവ ജംഗ്ഷനിൽ, അതായത് വർക്കലയിൽ നിന്ന് വരുമ്പോൾ ഇടവ റെയിൽവേ ഗേറ്റിൻ്റെ ഒരു 20 മീറ്റർ മുന്നോടിയായിട്ടാണ് ഇടത് സൈഡിൽ ഞങ്ങളുടെ ഫുഡ് സ്പോട്ട് എന്ന ഈ സ്ഥാപനം ഉള്ളത്. കഴിഞ്ഞ 30 വർഷം മാജിക് രംഗത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. പല നാടുകളിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഏതാണ്ട് 7000-ൽ പരം പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ വീണ്ടും അവിടെ പല സ്ഥലത്തും ചെല്ലാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ്. അങ്ങനെ പല സ്ഥലത്തു നിന്നും കഴിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ നാട്ടിൽ വർക്കലയിൽ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫുഡ് സ്പോട്ട് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇടവയിലാണ്. ഉടനെ തന്നെ വർക്കലയിൽ ഫുഡ് സ്പോട്ടിൻ്റെ അടുത്ത ഒരു ബ്രാഞ്ച് കൂടി വരുന്നുണ്ട്. തീർത്തും വ്യത്യസ്തങ്ങളായിട്ടുള്ള, അതായത് വർക്കല പരിസരത്ത് എവിടെയും കിട്ടാത്ത ഭക്ഷണങ്ങളാണ്, ഐറ്റംസാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ കപ്പ ബിരിയാണി, നിങ്ങൾ നോർമലി പല സ്ഥലത്തുനിന്നും കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ കപ്പ ബിരിയാണി ഒരല്പം വ്യത്യസ്തത എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ നമ്മുടെ കിഴി പൊറോട്ട, കൊത്തു പൊറോട്ട, പൊറോട്ട ബീഫ് സിൽസില, പിന്നെ മധുര പ്രിയർക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും ഗുൽഗുലാബി എന്ന് പറഞ്ഞൊരു ഐറ്റം. കാരണം കുട്ടിക്കാലം മുതലേ അടുക്കളയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം വീട്ടിൽ ഞങ്ങൾ 3 സഹോദരങ്ങളാണ്, സഹോദരിമാരില്ല. അപ്പോൾ മമ്മിയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറി അടുക്കളയുമായി നല്ല ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും പോകുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങളുടെ പാചകം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ, അതിൻ്റെ മേക്കിംഗ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കും. വളരെ വ്യത്യസ്തമായ പുതിയ ഐറ്റങ്ങൾ, ഫുഡുകളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കപ്പ ബിരിയാണിയാണ്, ചിക്കൻ കപ്പ ബിരിയാണി. അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? പറയാതിരിക്കാൻ പറ്റില്ല, സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങളുടെ മെനു എന്നത് വളരെ വ്യത്യസ്തമാണ്. കാര്യം ഇപ്പോൾ കപ്പ ബിരിയാണി, കൊത്തു പൊറോട്ട, കിഴി പൊറോട്ട ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അടിച്ചുകൊണ്ടിരുന്നതാണ്, ഓരോ ദിവസം അടിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഡെയിലി ആവശ്യക്കാർ വന്ന് ഇപ്പോൾ ഞങ്ങളുടെ ഡെയിലി മെനുവായി. അതുപോലെ തന്നെ ഒരു 35-ൽ പരം വെറൈറ്റി ദോശകൾ, ചിക്കൻ ദോശ, ബീഫ് ദോശ, ഷെസ്വാൻ ദോശ, മാഗി ദോശ, പാസ്ത ദോശ, ഐസ്ക്രീം ദോശ, അങ്ങനെ അവിയൽ ദോശ, അങ്ങനെ പല വെറൈറ്റി ദോശകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പെർമനൻ്റായിട്ട് ഒരു ഡെയിലി കാണത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല പോത്താണ്, ഇളം പോത്താണ്. അപ്പം ബീഫിൻ്റെ ഐറ്റം ചെയ്യണമെങ്കിൽ ഈ പോത്ത് കിട്ടിയാലേ നമ്മൾ ബീഫ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ നോർമലി ചിക്കനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ കാജൽ. എൻ്റെ നാട്ടിൽ ഇടവായിലെ ഒരു കഫേയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഫുഡ് സ്പോട്ട് എന്നാണ് കഫേയുടെ പേര്. എനിക്കറിയാവുന്നൊരു മാമനാണ്. ഓക്കെ, മാമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. നല്ല ഫുഡാണ് അത്. ഇപ്പം ഷവർമ, അൽഫാമും ഒക്കെ അവൈലബിൾ ആണ്, കൊത്തു പൊറോട്ടയൊക്കെ അവൈലബിൾ ആണ്. നല്ല ഫുഡ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ ആയിട്ടുള്ള സ്ഥലമൊക്കെ കുറവാണ്. പക്ഷേ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ആയാലും കിടുവായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ലൊക്കാലിറ്റിയിൽ കിട്ടാത്ത ഫുഡ്സ്, അതായത് നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കും പക്ഷേ നമുക്കിവിടെ ഒന്നും അവൈലബിൾ അല്ലാത്ത ഫുഡ്സാണ് ഇവിടെ കിട്ടുന്നത്. അതായത് പുതിയ സാധനങ്ങളും ഇപ്പം നമ്മൾ പുറത്തെ കൺട്രീസിലൊക്കെ കേട്ടിട്ട് അത് കഴിക്കാൻ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ എനിക്കൊരു സിൽസില തന്നായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. അത് ഞാൻ എവിടുന്ന് കഴിച്ചിട്ടില്ല, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്, വെറൈറ്റി ആയിട്ട്. അതിന് ഇപ്പം നമുക്കിവിടെ നാട്ടുകാർക്കായാലും വന്നിരുന്ന് കഴിക്കാനും വേറൊരു ടൈപ്പ് ആയിട്ടുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ തന്നെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതേ റേറ്റിൽ തന്നെ നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു ഇതുമില്ലാതെയാണ് ചെയ്യുന്നത്.
അഫ്ഗാനി അസ്ലം ചിക്കൻ എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യയിലെ ഒരു ഐറ്റം ഉണ്ട്. കൽക്കട്ടയിലെ ഒരു ചേരിയിൽ ഒരു എന്താണ് സ്ട്രീറ്റിൽ ഫുഡ് വിൽക്കുന്ന ഒരാളിൻ്റെ വീട്ടിൽ പോയി 2 ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് അതിൻ്റെ രീതികൾ പഠിച്ചത്. കാരണം പല സ്ഥലത്തു നിന്നും ഡൽഹി ജുമാ മസ്ജിദിൻ്റെ സൈഡിലൊക്കെ വൈകുന്നേരങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അസ്ലം ചിക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് വിടും. പക്ഷേ എങ്ങനെയാണെന്ന് അവരാരും പറഞ്ഞു തരില്ല. അവരുടെ കുറേ സീക്രട്ട് മസാലാസ് അവരെടുത്തിട്ട് ഫുള്ള് മിക്സ് ചെയ്ത് നമുക്ക് തരും. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കൽക്കട്ടയിൽ പോയി ഇത് കഴിച്ചു. അവിടെ ഒരാളിനെ പരിചയപ്പെട്ടു, 2-3 മാജിക്കൊക്കെ കാണിച്ചു, അയാളെ കമ്പനി അടിച്ചു. അതിനുശേഷം കക്ഷിയെടുത്ത് ചോദിച്ചു, എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാം, എങ്ങനെയാണ്? പുള്ളി ആദ്യത്തിൽ ജാടയൊക്കെ ഇറക്കി. എന്നിട്ട് പറഞ്ഞ് വീട്ടിലോട്ട് പോകാം, മക്കൾക്ക് മാജിക് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി മക്കൾക്ക് മാജിക്കൊക്കെ കാണിച്ചു. പതുക്കെ നിന്ന് 2ാമത്തെ ദിവസമാണ് അദ്ദേഹം ഇത് പറഞ്ഞു തരുന്നത്. അവരിൽ ഒരാളായി അവിടെ ചാക്ക് വിരിച്ച് അവർ കിടന്നപ്പോൾ അവരുടെ ഒരറ്റത്ത് തന്നെയാണ് ഞാനും കിടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചെടുത്ത കുറേ ഐറ്റംസ് നമ്മുടെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം. അതുമാത്രമല്ല, കോവിഡ് വന്നപ്പോൾ ഞങ്ങൾ കേരളത്തിലെ കലാകാരന്മാർ മുഴുവൻ കലാകാരന്മാരും ഫുൾ പ്രതിസന്ധിയിലായി, ഞാൻ ഉൾപ്പെടെ. 18ഓളം ആർട്ടിസ്റ്റുകൾ എൻ്റെ കൂടെ, എൻ്റെ നട്ടെല്ലായി, എൻ്റെ വലം കൈയായി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും പ്രതിസന്ധിയിലായി. അപ്പോൾ ഒരു അതിജീവനം എന്ന നിലയിലാണ് ഇത്ര പെട്ടെന്ന് ഫുഡ് സ്പോട്ട് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു ലാഭത്തിൻ്റെ വിഹിതം ഈ പറയുന്ന 18 പേരുടെ കയ്യിലേക്കും എത്തുന്നുണ്ട്. അപ്പോൾ ഒരു അതിജീവനത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കൂടി എന്ന് വേണം പറയാൻ. കാരണം ആളുകൾ നല്ല അഭിപ്രായം പറയുമ്പോൾ, ഇന്നത്തെ ഫുഡിന് നല്ല അഭിപ്രായം പറയുമ്പോൾ, നാളെ ഇതിനേക്കാൾ നന്നാക്കണം, മോശം വരരുത് എന്നുള്ളൊരു ചിന്തയിലാണ്. പിന്നെ കൂടുതലായിട്ട് നമുക്ക് പോകുന്ന പാഴ്സലുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത ഏരിയയിലേക്കാണെങ്കിൽ ഒരു ഏതാണ്ട് 2-3 കിലോമീറ്റർ വരെയാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വീടുകളിലേക്ക് അവർ സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഭിത്തിയിൽ കാണാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മജീദ് സാർ മുതൽ കാജൽ വരെ, അതായത് ഈ നാടിൻ്റെ കാരണവനായിട്ടുള്ള കേരളത്തിൻ്റെ ആദ്യത്തെ മന്ത്രിയായിട്ടുള്ള TA മജീദ്, ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൻ്റെ കാരണവനാണ്. മജീദ് സാർ മുതൽ ഞങ്ങളുടെ കൊച്ചുമോളായിട്ടുള്ള കാജൽ വരെയുള്ള ഏതാണ്ട് ഒരു 2-3 തലമുറകളിലെ ആളുകളുടെ ഫോട്ടോസ് അർവിൻ മതിൽ എന്ന് പേരിട്ട ഞങ്ങളുടെ ഈ മതിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഫോട്ടോസ് ഈ ഭിത്തിയിലൊക്കെ കാണാൻ കഴിയും. കാരണം കുട്ടികൾ വരുമ്പോൾ അവരുടെ നമ്മൾ ചോദിക്കും, 10 പേരെ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മേഖലയാണ്, ആ പേരെന്താണ് എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കും. എന്നിട്ട് അവർക്കറിയാത്ത ആളുകളെ അവർക്ക് പരിചയപ്പെടുത്തും. കാരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ 2 റെയിൽവേ സ്റ്റേഷനുള്ള ഏക പഞ്ചായത്ത് ഇടവയാണ്. ഇതൊന്നും നമ്മുടെ കുട്ടികൾക്കറിയില്ല. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഉമയമ്മ മഹാറാണിയുടെ കൊട്ടാര രേഖകളിൽ ഇടവ കടത്തുക എന്നുള്ളൊരു പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. അന്ന് കാപ്പിൽ പാലമില്ല. പകരം നാടിൻ്റെ അതിർത്തിയായിട്ടുള്ള വേണാടിൻ്റെ വടക്കേയറ്റം വർക്കലയും തെക്കേയറ്റം തക്കലയുമാണ്. വർക്കല എന്ന് പറഞ്ഞാൽ കാപ്പിൽ വരെയുണ്ട്. അപ്പോൾ കാപ്പിൽ കൊണ്ടുവന്ന് ഇടവയെ കൊണ്ടുവന്ന് അവരെ നാട് കടത്തും. അപ്പോൾ ഈ ചരിത്രങ്ങളൊന്നും ഇവിടെ ഉണ്ടാകുന്ന പണ്ടകശാല ഇതൊന്നും കുട്ടികൾക്കറിയില്ല. അപ്പോൾ ഞാൻ മാക്സിമം നമ്മുടെ നാടിൻ്റെ കാര്യങ്ങളെ കളക്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുതലമുറയ്ക്ക് ഒരു നല്ല അറിവ് കൊടുക്കുക. കാജലൊക്കെ ഇവിടെ വന്നിട്ട് കാജൽ അറിയാത്ത ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ കാജലൊരു പ്രതീകം മാത്രമാണ്, ഈ തലമുറയുടെ ഒരു പ്രതീകം മാത്രമാണ്. പക്ഷേ അവരെല്ലാം നമ്മുടെ നാടിനെപ്പറ്റി, നാടിൻ്റെ സംസ്കാരത്തെപ്പറ്റി, നാടിനെ നാടാക്കിയ വ്യക്തികളെപ്പറ്റി അറിയണം എന്നുള്ളൊരു ചിന്ത കൂടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊറോട്ട ബീഫ് സിൽസില ബീഫിലും ചിക്കനിലും അടിക്കുന്നുണ്ട്. ഇപ്പോൾ ആ സിൽസിലയുടെ കാര്യമാണ് ഇപ്പോൾ കാജൽ പറഞ്ഞത്. കാരണം അത് എൻ്റെ ഒരു കണ്ടെത്തലാണ്. അപ്പോൾ ഞാനിങ്ങനെ പണ്ട് തൊട്ടേ ഞാൻ നേരത്തെ പറഞ്ഞു, കിച്ചണിൽ കിടന്ന് അല്ലെങ്കിൽ കിച്ചണിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം പുതിയ പരീക്ഷണങ്ങളോട് ഒരു താല്പര്യമുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പം പഴംപൊരിയും ബീഫും
നോർമലി ഇപ്പോൾ പല സ്ഥലത്തും ഉള്ളതാണ്. നമ്മൾ ഈ പഴം പൊരിക്ക് പകരം നല്ല പഴുത്ത ഏത്തപ്പഴം നെയ്യിൽ മൂപ്പിച്ചെടുത്ത് അതിനെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയ ബീഫുമായിട്ട് ചേർത്തെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഫീല് തന്നെയാണ്. അതൊരു ഫീല് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വെറൈറ്റി ഐറ്റംസ്. പിന്നെ ചൂട് സമയത്ത് പകൽ നമുക്കുള്ളത് അവിൽ മിൽക്കുണ്ട്, മിൽക്ക് ഷേക്ക് ഉണ്ട്, ഷാർജ ഷേക്ക് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പലവിധ ഷേക്കുകൾ നമുക്കുണ്ട്. കുട്ടികൾക്ക് വേണ്ടി കുട്ടി ഷേക്കുണ്ട്, 20 രൂപയാണ് വലിയ ഷേക്കിൻ്റെ പകുതി ഗ്ലാസ്. കാരണം അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഐസ്ക്രീം 15 രൂപ. ഇതൊന്നും പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല, കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. കാരണം 40 രൂപയുടെ ഒരു ഷേക്ക് വാങ്ങിച്ച് 2 പേര് ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു ഗ്ലാസ്സിന് നഷ്ടമേ ഉള്ളൂ. ഞാനത് നേരെ പകുതിയാക്കി, കുട്ടികളാണ്, അവർ കഴിക്കട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളുമായി ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ 2 റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയത്തില്ല, 2 റൈറ്റ് ഹാൻഡ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ കൂടിയാണ് എൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ പുറകിലുള്ളതെന്ന് പറയുന്നത്. അപ്പം അവരെ എൻ്റെ മെയിൻ കക്ഷി സുദർശൻ്റെ മേക്കിംഗ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് നിയാസാണ്. അപ്പോൾ നിയാസ് ഇപ്പോൾ നമുക്ക് വേണ്ടി അവിൽ മിൽക്ക് കൂടെ ചെയ്യും. അപ്പോൾ നിയാസിൻ്റെ അവിൽ മിൽക്ക് കൂടെ കുടിച്ചുകൊണ്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വരിക, ടേസ്റ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രോത്സാഹനം തരിക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിമർശനം പറഞ്ഞാൽ ഉറപ്പായി അത് തിരുത്തി മുന്നോട്ട് പോകും. കാരണം മനുഷ്യനാണ്, തെറ്റുകൾ സ്വാഭാവികമാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് തിരുത്തി തരണമെന്ന് എന്നെ സ്നേഹിക്കുന്ന നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പീരീഡിൽ നിങ്ങൾ തന്ന വലിയ സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും 1000 നന്ദി. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളുമായി ഫുഡ് സ്പോട്ട് എന്നും നിങ്ങളുടെ മുന്നിലുണ്ട്.